ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 6-ലെ അനാട്ടമിയിലെ റൂട്ട്സ് ആൻഡ് ഷൂട്ട് അപെക്സ് ഓർഗനൈസേഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ, എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിന്റെ റൂട്ടും അതിന്റെ ഷൂട്ടും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തുണ്ടാകുന്നത്, ഏത് തരം സെൽ ഡിവിഷൻ പ്രോസസ്സിലൂടെയാണ് ഒരു ഷൂട്ടും റൂട്ടും ഉണ്ടാകുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. ആദ്യത്തത് ഷൂട്ട് അപെക്സ് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഒരു കാണ്ഡത്തിന്റെ അഗ്രഭാഗം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാം. അത് തെളിയിക്കുന്ന ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തതാണ് എപ്പിക്കൽ സെൽ തിയറി അഥവാ അഗ്രകോശ സിദ്ധാന്തം. അതായത് 1958 കോൾ നഗേരിയും ഹോഫ്മീസ്റ്റർ എന്ന രണ്ട് സയന്റിസ്റ്റുകളാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. വൂൾഫ് എന്ന സയന്റിസ്റ്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും പിന്താങ്ങുകയും ചെയ്തിരുന്നു. അതായത് അവരുടെ അഭിപ്രായത്തിൽ അഗ്രഭാഗത്ത് ഒരു മെരിസ്റ്റം ഉണ്ടാകും, എപ്പിക്കൽ മെരിസ്റ്റം, അഗ്രമെരിസ്റ്റം ഉണ്ടാവും നമുക്കറിയാലോ. ആ മെരിസ്റ്റം ഒരൊറ്റ കോശം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ സെല്ലിനെ, ഒറ്റ കോശത്തിനെ എപ്പിക്കൽ സെൽ എന്ന് പറയുന്നു. ആ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് പിന്നെ ഹോൾ പ്ലാന്റും ഉണ്ടായത് എന്നാണ് അപ്പിക്കൽ സെൽ തിയറിയിൽ പറയുന്നത്. അതായത് ടിപ്പ് ഭാഗത്തുള്ള മെരിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ സെല്ലാണ് പിന്നെ ഡിവൈഡ് ചെയ്ത് ഹോൾ പ്ലാന്റ് ഉണ്ടായെന്നാണ് തെളിയിക്കുന്നത്. ആ ചിത്രം നോക്കുക. ടോപ്പിൽ ഉണ്ടായിരുന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ബാക്കി ഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. ഇത് ബ്രയോഫൈറ്റുകൾക്കും ചില ടെറിഡോഫൈറ്റുകൾക്കും പിന്നെ ഹയർ ക്ലാസ്സിലുള്ള ആൽഗകളായ ഫ്യൂക്കസ്, ഡിക്റ്റിയോട്ട, സർഗാസം പോലുള്ള ആളുകൾ ഇത് ആപ്ലിക്കബിൾ ആണ്. അതായത് അങ്ങനെയുള്ള ആളുകളുടെ ഡെവലപ്മെന്റ് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടായതാണെന്ന് പറയാം. പക്ഷേ വിത്തുകൾ ഉണ്ടാവുന്ന ജിംനോസ്പെർമിലോ ആൻജിയോസ്പെർമിലോ ഈ ഒരു തിയറി ആപ്ലിക്കബിൾ അല്ല. ഇതൊരു അതിന് അനുയോജിക്കുന്ന ഒരു തിയറി അല്ല. രണ്ടാമത്തെ സിദ്ധാന്തമാണ് ഹിസ്റ്റോജൻ സിദ്ധാന്തം. കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഹിസ്റ്റോജൻ സിദ്ധാന്തം കൊണ്ടുവന്നത് ഹാൻസ്റ്റൈൻ എന്ന സയന്റിസ്റ്റ് ആണ്. 1870-ലാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കാണ്ഡത്തിന്റെ അഗ്രഭാഗങ്ങളെ 3 മെരിസ്റ്റമാറ്റിക് മേഖലയായിട്ടോ അല്ലെങ്കിൽ 3 പാളികളായിട്ട്, അതിനെ ഹിസ്റ്റോജൻ എന്നാണ് അറിയപ്പെടുന്നത്, അങ്ങനെയുള്ള കോശങ്ങളുടെ 3 പാളികളായിട്ട് തിരിക്കാം. അതായത് ഒന്നുകിൽ 3 മെരിസ്റ്റമാറ്റിക് മേഖല അല്ലെങ്കിൽ കോശങ്ങളുടെ 3 പാളിയുള്ള ഹിസ്റ്റോജൻ. ഈ 3 പാളിയും ചേർത്തിട്ടാണ് ഹിസ്റ്റോജൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 പാളികളുണ്ടെന്നും ആ പാളികളിൽ നിന്നാണ് സസ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾ ഉണ്ടായത്, കാണ്ഡത്തിന്റെ മറ്റ് ഭാഗങ്ങൾ ഉണ്ടായെന്നാണ് ഹിസ്റ്റോജൻ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം പറഞ്ഞത്. അതായത് ആ 3 പാളികൾ ഏതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പാളിയാണ് ഡെർമറ്റോജൻ. എപ്പിഡെർമിസ്, അതായത് ഉപരിവൃതി പോലുള്ള ബാഹ്യ ആവരണങ്ങൾ ഉണ്ടാകുന്നത് ഡെർമറ്റോജനിൽ നിന്നാണ്. പെരീബ്ലം എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെയറാണ്. കോർട്ടക്സും അതുപോലെ എൻഡോഡെർമിസും ഒക്കെ ഉണ്ടാവുന്നത് പെരീബ്ലം എന്ന ലെയറിൽ നിന്നാണ്, പാളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ലെയറാണ് പ്ലീറോം. അതായത് വാസ്കുലാർ ബണ്ടിൽസ്, കണ്ടക്റ്റീവ് ടിഷ്യൂസ്, സംവഹന കലകളായ സൈലവും ഫ്ലോയും അതുപോലെ പിത്ത്, കാമ്പും ഉണ്ടായത് ഈ പ്ലീറോം എന്ന മൂന്നാമത്തെ പാളിയിൽ നിന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഈ പ്ലീറോവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ HSAക്ക് ഉണ്ടായിരുന്നു. സൈലോം ഫ്ലോ ഉണ്ടാകുന്നത് ഏത് ലെയറിൽ നിന്നായിരുന്നു? അപ്പൊ ആൻസർ ഏതായിരിക്കും? പ്ലീറോം ആയിരിക്കും. മൂന്നാമത്തെ ഒരു തിയറിയാണ് ട്യൂണിക്ക കോർപ്പസ് സിദ്ധാന്തം. ഷ്മിറ്റ് എന്ന സയന്റിസ്റ്റ് ആണ് 1924 ഇത് പ്രപ്പോസ് ചെയ്തത്. കാണ്ഡത്തിന്റെ അഗ്രഭാഗം എങ്ങനെ ഉണ്ടായെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ സിദ്ധാന്തം രൂപീകരിച്ചത്. ഈ സിദ്ധാന്തം അനുസരിച്ച് കാണ്ഡത്തിന്റെ അഗ്രഭാഗത്ത് വ്യത്യസ്ത ഘടനയും രൂപവുമുള്ള 2 മേഖലയാക്കി തിരിക്കാം. അതായത് ട്യൂണിക്ക കോർപ്പസിന്റെ 2 സ്ട്രക്ചറിലുള്ള മേഖലകളായിട്ട്, ഏരിയ ആയിട്ട് തിരിക്കാം. ഇതിന്റെ സെന്റർ ഭാഗം, കേന്ദ്ര ഭാഗമാണ് കോർപ്പസ് എന്നറിയപ്പെടുന്നത്. അവിടെ ഉള്ളത് വലിയ കോശങ്ങളായിരിക്കും. അതായത് പടത്തിൽ കാണുന്ന പോലെ ഏറ്റവും താഴോട്ടുള്ളത് കുറച്ച് വലിയ ഏരിയ ആയിരിക്കും. അതിനെയാണ് കോർപ്പസ് എന്ന് പറയുന്നത്. അവിടെ വലിയ സെല്ലുകൾ കാണപ്പെടുന്നു. അത് ക്രമരഹിതമായിട്ട് വിഭജിച്ച് വ്യാപ്ത വളർച്ചയ്ക്ക്, അതായത് പിന്നെ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ കഴിയും. അതായത് കോർപ്പസ് എന്ന സെന്റർ ഭാഗം അണീക്യുലർ ഡിവിഷന്റെ ഫലമായിട്ട് വോളിയം, ആ പ്ലാന്റ് ബോഡിയുടെ വോളിയം ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഈ കോർപ്പസിന് ചുറ്റുമുള്ള ഔട്ടർ ഭാഗത്തിനെയാണ്, ബാഹ്യഭാഗത്തിനെ അല്ലെങ്കിൽ ബാഹ്യ ആവരണത്തിനെയാണ് ട്യൂണിക്ക എന്ന് പറയുന്നത്. ഈ ട്യൂണിക്ക കോശങ്ങൾ വളരെ ചെറുതാണ് പ്രധാനമായിട്ടും. അപ്പോൾ ആ ബാഹ്യഭാഗത്ത് ഉണ്ടാകുന്ന എന്തായിരിക്കും? എപ്പിഡെർമിസും അതുപോലെ ഔട്ടർ കോർട്ടക്സ്. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ ആദ്യ കോർട്ടക്സിന്റെ ഭാഗമൊക്കെ ഉണ്ടാകുന്നത് ഈ ട്യൂണിക്കൽ നിന്നാണ്. അത് ആന്റിക്ലൈനൽ ഡിവിഷനിലൂടെ, ആന്റിക്ലൈൻ പെർപെൻഡിക്കുലർ ഡിവിഷനിലൂടെ 90 ഡിഗ്രിയിലായിരിക്കും ഡിവൈഡ് ചെയ്തത്. കോർപ്പസ് ഒന്നോ അതിലധികമോ പാളികളായിട്ട് കാണാം. അതായത് സെന്ററിലുള്ള ഭാഗം വളരെ
മൂന്നോ നാലോ പാളികളായിട്ട് കാണാൻ കഴിയും. ഇത് ആന്തരിക കോർട്ടക്സ്, അതുപോലെ പ്രോ ക്യാമ്പിയം, സ്റ്റീൽ, പിത്ത് തുടങ്ങിയ ഭാഗങ്ങൾ നിർമ്മിക്കുന്നത്. പിന്നെ ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് കോർപ്പസിൽ നിന്നും, ഔട്ടർ ഭാഗങ്ങൾ ഉണ്ടാകുന്നത് ട്യൂണിക്കിൽ നിന്നാണ്. ഏത് സിദ്ധാന്തം പറയുന്നത്? ട്യൂണിക്ക കോർപ്പസ് സിദ്ധാന്തം പറയുന്നത്. പൂക്കൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഇതുപോലുള്ള ഭാഗത്തു നിന്നും പൂക്കളുടെ ഓരോ ഭാഗം, പെറ്റലും സെപ്പലും അങ്ങനെയുള്ള ഭാഗങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഈ തിയറി പറയുന്നത്. പൂക്കൾ ഉണ്ടാകുന്ന ഭാഗമാകുമ്പോൾ ആ ഭാഗത്തെ മെരിസ്റ്റം, അതിന്റെ കാലിക്സ്, കൊറോള, ആൻഡ്രേഷൻ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് മാറുന്നു എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അടുത്തത് റൂട്ട് അപ്പെക്സ് ഓർഗനൈസേഷൻ, അതായത് കാണ്ഡത്തിന്റെ അഗ്രം പോലെ വേരിന്റെ അഗ്രഭാഗങ്ങളും എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇതിലൂടെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് നോക്കാം. അതിൽ ആദ്യത്തേതാണ് കോർപ്പർ കാപ്പെ സിദ്ധാന്തം. ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഷൂ എന്ന സയന്റിസ്റ്റ് 1917 ഏകദേശം കാണ്ഡത്തിന്റെ അഗ്രഭാഗത്തിന്റെ തിയറിയായ ട്യൂണിക്ക കോർപ്പസ് തിയറിയോട് വളരെയധികം സാമ്യമുള്ള തിയറി കൂടിയാണ് കോർപ്പർ കാപ്പെ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് ഇവിടെ കോശ വിഭജനത്തിന്റെ വിവിധ തലങ്ങളുടെ വ്യത്യാസങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. അതായത് ഏത് പ്ലെയിൻ, ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ, അങ്ങനെയുള്ള പ്ലെയിൻ ഓഫ് ഡിവിഷന്റെ ബേസിലാണ് ഈ സിദ്ധാന്തം പറയുന്നത്. വേരിന്റെ അഗ്രഭാഗത്ത് ടി ഡിവിഷനുകൾ എന്നറിയപ്പെടുന്ന ഒരു പാറ്റേണിലാണ് വിഭജിക്കുന്നതെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അതായത് റൂട്ടിന്റെ ടിപ്പിലുള്ള സെല്ലുകൾ ടി ആകൃതിയിൽ, അതായത് ആദ്യം ഹൊറിസോണ്ടലായിട്ട് പിന്നെ വെർട്ടിക്കലായിട്ട് വരുന്ന രീതിയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ടി ആകൃതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. വേരിന്റെ അഗ്രഭാഗത്തിന്റെ പുറം ഭാഗത്തിനെ കാപ്പെ എന്ന് പറയുന്നു. അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഭാഗം, വേരിന്റെ ഔട്ടർ ഭാഗത്തിനെ കാപ്പെ എന്ന് പറയുന്നു. ഈ ഭാഗത്തെ കോശങ്ങൾ ആദ്യം തിരശ്ചീനമായിട്ട്, അതായത് ഹൊറിസോണ്ടലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് നമ്മൾ പറയില്ലേ, നമ്മുടെ തറയ്ക്ക് പാരലായിട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഹൊറിസോണ്ടൽ ആയിട്ട് തിരശ്ചീനമായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യും. ടീയുടെ മുകൾ ഭാഗം പോലെ ആദ്യം ഹൊറിസോണ്ടൽ ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം താഴത്തെ കോശങ്ങൾ ലംബമായി, നേരത്തെ തന്നെ ലംബമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ടി ആകൃതിയിൽ വരും. അങ്ങനെ വിഭജിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക പാറ്റേണിലാണ് റൂട്ടിന്റെ അഗ്രഭാഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ടി ആകൃതിയിലായിരിക്കും ഇതിന്റെ ഒരു ഡിവിഷൻ പാറ്റേൺ ഉണ്ടാകുന്നത്. ഇതിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തിനെ കോർപ്പർ എന്നാണ് അറിയപ്പെടുന്നത്. കോർപ്പർ, ഇതിൽ ടി എന്ന ഭാഗം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതായത് രണ്ടാമത്തെ വിഭജനം മുകളിലത്തെ ഡോട്ടർ സെൽസിലായിരിക്കും നടക്കുന്നത്. അതായത് അടിയിൽ ഹൊറിസോണ്ടലായിട്ട് നടന്നിട്ട് ശേഷമായിരിക്കും മുകളിൽ അതിന്റെ വെർട്ടിക്കൽ ഡിവിഷൻ നടക്കുന്നത്. അപ്പൊ ടി തരതിരിച്ചൽ എങ്ങനെ ഉണ്ടാകുന്നു, അതേപോലെ ആദ്യം ഉണ്ടാകുന്നത് ഏറ്റവും അടിയിലത്തെ സെല്ലായിരിക്കും, പിന്നെ അതിന്റെ മുകളിലത്തെ സെല്ലായിരിക്കും ലംബമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഗ്രാമിന എന്ന കുടുംബത്തിലും ഫാഗേസി എന്ന കുടുംബത്തിലെ ചില അംഗങ്ങളിലൊക്കെ ഈ തരത്തിലെ ഡിവിഷൻ നടക്കുന്നെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അടുത്തതാണ് എപ്പിക്കൽ സെൽ തിയറി. നമ്മൾ കാണ്ഡത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതാണ് സെയിം ആസ് ഷൂട്ട് ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെ എന്താണ് പറഞ്ഞത്? എപ്പിക്കലുള്ള ഒരു സെല്ലാണ് ഡിവൈഡ് ചെയ്ത് കാണ്ഡം ഉണ്ടായെന്ന് പറയുന്നത്, സസ്യത്തിന്റെ മുഴുവൻ ഭാഗം. അതേപോലെ തന്നെയാണ് റൂട്ടിന്റെ ടിപ്പിലുള്ള അഗ്രഭാഗത്തെ മെരിസ്റ്റത്തിലെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ബാക്കി കംപ്ലീറ്റ് റൂട്ടിന്റെ ഭാഗവും ഉണ്ടായെന്നാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. അടുത്തതാണ് ഹിസ്റ്റോജൻ സിദ്ധാന്തം. അതായത് ഹാൻസ്റ്റൈനിങ് കണ്ടെത്തിയ സിദ്ധാന്തത്തിൽ 3 ലെയർ ഉണ്ടെന്നാണ് പറയുന്നത്. ഡെർമറ്റോജൻ, പെരീബ്ലം, പ്ലീറോം ആണെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ ഇവിടെ റൂട്ടിന്റെ കേസ് എടുക്കുമ്പോൾ ഒരു ലെയർ കൊണ്ട് അഡീഷൻ ഉണ്ടാകും. ഡെർമറ്റോജൻ നമുക്ക് എന്താണെന്ന് അറിയാം, ഉപരിവൃതിക്ക് കാരണമാകുന്നു, എപ്പിഡെർമിസിന് കാരണമാകുന്നു. പെരീബ്ലം കോർട്ടക്സും എൻഡോഡെർമിസിന് കാരണമാകുന്നു പറഞ്ഞു. പ്ലീറോമാണ് സംവഹന കലകളായ സൈലോം ഫ്ലവ് ഉണ്ടാകുന്ന കാരണമാകുന്നു പറഞ്ഞു കഴിഞ്ഞു. 4ാമത്തെ ലെയറാണ് കാലിപ്ട്രോജൻ, അതായത് വേര് തൊപ്പി, റൂട്ട് ക്യാപ്പ് അഥവാ കാലിപ്ട്ര ഉണ്ടാകുന്നത് ഈ റീജിയനിൽ നിന്നാണ് തിയറിയിൽ പറയുന്നത്. ഒരു ലെയർ കൂടെ അഡീഷൻ ഉണ്ട്. കാണ്ഡത്തിൽ 3 ലെയർ ആണെങ്കിൽ വേരിലെത്തുമ്പോൾ ഒരു 4 ലെയർ, ഡെർമറ്റോജൻ, പെരീബ്ലം, പ്ലീറോമിന് ശേഷം കാലിപ്ട്രോജൻ എന്ന ലെയർ ഉണ്ടാകും. അതിൽ നിന്നാണ് റൂട്ട് ക്യാപ്പ്, വേര് തൊപ്പി അല്ലെങ്കിൽ കാലിപ്ട്ര എന്ന ഭാഗം ഉണ്ടാകുന്നു എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അടുത്ത സിദ്ധാന്തമാണ് ഹ്യൂസൻ സെന്റർ സിദ്ധാന്തം. ഈ തിയറി കൊണ്ടുവന്നത് ഫെഡറിക് ആൽബർട്ട് ലയണൽ ക്ലോസ് എന്ന സയന്റിസ്റ്റ് ആണ്. ഫെഡറിക് ആൽബർട്ട് ലയണൽ ക്ലോസ് എന്ന സയന്റിസ്റ്റ് ആണ് ഈ തിയറി കൊണ്ടുവന്നത്. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് വേരിന്റെ അഗ്രഭാഗത്ത് ഒരു മെരിസ്റ്റം കാണപ്പെടും. അതായത് അപ്പേക്കുള്ള മെരിസ്റ്റം ഉണ്ടാവുമല്ലോ, അതിന്റെ സെന്ററിലായിട്ട്, ആ മെരിസ്റ്റത്തിന്റെ സെന്ററിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാത്തതായിട്ടുള്ള ഒരു കൂട്ടം സെല്ലുകൾ ഉണ്ടായിരിക്കും. ഇനാക്റ്റീവ് ആയിട്ട് ഡിവിഷന് കഴിവുള്ളതോ കഴിവില്ലാത്ത കുറച്ച് സെല്ലുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് ക്യൂസൻ സെന്റർ എന്ന് പറയുന്നത്. ഈ ക്യൂസൻ സെന്ററിൽ കുറച്ച് സെൽസുകൾ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഇനാക്റ്റീവ് ആയിട്ട് ഇരിപ്പുണ്ട്.
ഈ സെല്ലുകളായിരിക്കും ആവശ്യമായിട്ട് വരുന്ന സമയത്ത് മറ്റു മെരിസ്റ്റമാറ്റിക് കോശങ്ങളെ മാറ്റി പ്ലേസ് ചെയ്യാൻ, അതായത് ഏതെങ്കിലും മെരിസ്റ്റംസ് കേടായി കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലെയർ ആയിട്ട് മാറാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒറിജിൻ ആയിട്ട് സോഴ്സ് ആയിട്ട് മാറാനോ ഈ ക്യൂസൻ സെല്ലുകൾ സഹായിക്കും. അതായത് ക്യൂസൻ സെന്റർ എന്ന് പറയുന്നത് ഒരു കൂട്ടം സെല്ലുകളായിരിക്കും. അത് ഡിവൈഡ് ചെയ്യാതിരിക്കാം. അത് ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലിരിക്കും. ആവശ്യമുള്ള സമയത്ത് ഏതെങ്കിലും മെഡിസിൻ ഡാമേജ് ആവുകയാണെങ്കിൽ അതിന് പകരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടിഷ്യൂസിന് ഡെവലപ്മെന്റിനുള്ള സോഴ്സ് ആയിട്ടോ ഒക്കെ ആക്ട് ചെയ്യുന്നത് ഈ ക്യൂസൻ സെന്ററിലുള്ള ടിഷ്യൂ ആണെന്നാണ് ഈ സിദ്ധാന്തത്തിലൂടെ പറയുന്നത്. ക്ലോവ്സ് എന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷൂട്ട് ആൻഡ് റൂട്ട് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് ആണ്. അതിൽ പ്ലൂറോവുമായി ബന്ധപ്പെട്ട ഹിസ്റ്റോറിയൻ സിദ്ധാന്തം കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള സിദ്ധാന്തങ്ങൾ ഇതുപോലെ പഠിക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ലെയറുകളുടെ പേര് കറക്റ്റായിട്ട് പഠിക്കുക, സയന്റിസ്റ്റിന്റെ പേര് ഒന്ന് ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.